ഗേഷ്യസ് പൊല്യൂട്ടൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള തേർഡ് മെത്തേഡാണ് തെർമൽ അല്ലെങ്കിൽ കമ്പഷൻ മെത്തേഡ്സ്. അപ്പോൾ ഒരു കമ്പഷൻ മെത്തേഡ്സ്, അതായത് ഫ്ലെയിം കമ്പഷൻ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കാറ്റലിക് കമ്പഷൻസ്, ഈ ഒരു മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഗേഷ്യസ് ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. സോ നമ്മളൊരു ഇൻഡസ്ട്രി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഗ്യാസിനകത്ത് റിക്കവറി വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല. സോ അബ്സോർപ്ഷനോ അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ മെത്തേഡ്സൊക്കെ ഹൈലി അൺഎക്കണോമിക്കലായിരിക്കും. അങ്ങനത്തെ കേസസിൽ നമുക്ക് കമ്പഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു എമിറ്റ് ചെയ്യുന്ന ഗ്യാസിനൊന്നും പ്രത്യേകിച്ച് നമുക്ക് യൂസ്ഫുൾ ഒന്നുമല്ലല്ലോ. അപ്പോൾ നമുക്ക് അബ്സോർപ്ഷൻ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമുക്ക് ഈ ഒരു കമ്പഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഈ പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ വേസ്റ്റ് ഗ്യാസാണ്. ഈ വേസ്റ്റ് ഗ്യാസിനകത്ത് കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ കൂടുതൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പഷൻ മെത്തേഡ് തന്നെയാണ്. അതായത് ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ കമ്പഷൻ തന്നെ. ഇവിടെ കമ്പഷൻ മെത്തേഡ്സ് ആയിരിക്കും കൂടുതൽ സിംപ്ലസ്റ്റ് മെത്തേഡ്. പിന്നെ പറയുന്നത് ഈ കമ്പഷൻ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഓഡേഴ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ട്രക്ഷൻസിന്, അതുപോലെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഈ കമ്പഷൻ യൂസ് ചെയ്തിട്ട് കമ്പഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അതുപോലെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രിവെൻഷൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഒക്കെയാണ് കമ്പഷൻ മെത്തേഡ്സിനുള്ളത്. പിന്നെ ഈ കമ്പഷൻ പ്രോസസ്സ് വഴി നമുക്ക് കമ്പഷൻ പ്രോസസ്സ് വഴി കിട്ടുന്ന ഈ പ്രൊഡക്ട്സുകളൊക്കെ ഓർഗാനിക് മെറ്റീരിയൽസ് ആണെങ്കിൽ ഓർഗാനിക് അടങ്ങിയിരിക്കുന്ന ഗ്യാസസിനെയാണ് നമ്മൾ കമ്പഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വഴി കിട്ടുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഓർഡർലെസ് ആയിരിക്കും. അതുപോലെ കളർലെസ്, ഹാംലെസ് ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ റിമൂവ് ആയിട്ട് നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഗ്യാസസ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഹൈ മോളിക്കുലർ വെയിറ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് അടങ്ങിയിരിക്കുന്ന ഗ്യാസ് ആണെങ്കിൽ സ്മോക്കൊക്കെ ഉണ്ടാക്കും, സ്മോക്ക് പ്രോബ്ലംസൊക്കെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഇനോർഗാനിക് മെറ്റീരിയൽസിനെയാണ് കമ്പഷൻ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡ്സൊക്കെ വീണ്ടും അതിനകത്ത് ആ കമ്പഷൻ വഴി വീണ്ടും ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈസിലി ആയിട്ട് അതിനെ റിമൂവ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വീണ്ടും അതും ഒരു എയർ പൊല്യൂഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കും. ആ ഒരു കാര്യം നമ്മൾ ഈ ഒരു കമ്പഷൻ്റെ കേസിൽ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ പൊല്യൂട്ടൻസിനെ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ഈ കമ്പഷൻ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആയിരിക്കരുത്. കംപ്ലീറ്റ്ലി നമ്മൾ കമ്പഷൻ നടത്തിയിട്ടുണ്ടാവണം. അതായത് ഇൻകംപ്ലീറ്റ് കമ്പഷൻ വരികയാണെങ്കിൽ അവിടെ പുതിയ പ്രൊഡക്ട്സൊക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പുതിയ പ്രൊഡക്ട്സ് എഗെയിൻ പൊല്യൂഷന് കാരണമാവും. അപ്പോൾ കമ്പഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് കമ്പഷൻ അവിടെ നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കൺട്രോൾ മെത്തേഡൊക്കെ ഇനെഫക്റ്റീവ് ആകും. അങ്ങനെ കംപ്ലീറ്റ് കമ്പഷന് വേണ്ടി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ, റിക്വയർഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ ആ ഒരു ഓക്സിജന് അത് തമ്മിൽ നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ ടെമ്പറേച്ചർ നല്ല ഹൈ ടെമ്പറേച്ചറിലായിരിക്കണം ഈ ഒരു കമ്പഷൻ പ്രോസസ്സ് നടക്കേണ്ടത്. അതുപോലെ ആ ഒരു ഗ്യാസും ആ ഒരു കമ്പഷൻ പ്രോസസ്സിനകത്തുള്ള ആ ഗ്യാസ് ആ ഒരു ചേമ്പറിനകത്ത് നമ്മളെവിടെയാണ് കമ്പഷൻ നടക്കുക ആ ചേമ്പറിനകത്ത് കുറേ ടൈം അവിടെ ഉണ്ടായിരിക്കണം. ആ ഒരു ടൈമും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നമ്മൾ കമ്പഷനിൽ മെയിനായിട്ട് പറയുന്നത് 3 T's എന്നാണ്, 3 T. അതായത് ഫസ്റ്റ് T എന്ന് പറഞ്ഞാൽ ടൈം. അത് ആ ഒരു കമ്പഷൻ നടക്കുന്ന ഗ്യാസ് അതിനകത്ത് ആ ചേമ്പറിനകത്ത് അടങ്ങിയിരിക്കുന്ന ടൈം, എത്രത്തോളം ടൈം അതിനകത്ത് കമ്പഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു ടൈം. അതുപോലെ ടെമ്പറേച്ചർ, ആ ഒരു കമ്പഷൻ പ്രോസസ്സ് നടക്കുന്ന ആ ടെമ്പറേച്ചർ അത് ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ ടർബുലൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓക്സിജനും ഈ ഗ്യാസും തമ്മിലുള്ള കമ്പഷൻ പ്രോസസ്സിൽ തമ്മിലുള്ള കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഉള്ള ടർബുലൻസ്. ഇതാണ് 3 T. ദെൻ ഇതിൻ്റെ 3 നോർമൽ റേഞ്ചസ് ആണ്. ടെമ്പറേച്ചർ, നമ്മൾ ആ ഒരു കമ്പഷൻ ചേമ്പറിലെ ടെമ്പറേച്ചർ ഷുഡ് ബി 375 to 825 degrees Celsius ആയിരിക്കണം. അതുപോലെ റെസിഡൻസ് ടൈം, എത്ര ടൈം അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത് 0.2 to 0.5 സെക്കൻഡ്. ആൻഡ് വെലോസിറ്റി 4.5 to 7.5 മീറ്റർ പെർ സെക്കൻഡ്. ഈ ഒരു 3 ഫാക്ടറാണ് മെയിനായിട്ട് വരുന്നത്. ആ ഒരു ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ കമ്പഷൻ ചേമ്പർ ഡിസൈൻ ചെയ്തിരിക്കേണ്ടത്. ഇനി എക്യുപ്മെൻറ്റ്സ് എംപ്ലോയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് കമ്പഷൻ, നമ്മൾ യൂസ് ചെയ്യുന്ന 3 കമ്പഷൻ മെത്തേഡ്സുകളാണ്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് കമ്പഷൻ. ഡയറക്റ്റ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലയേഴ്സ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് സ്റ്റീം ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് തമ്മിൽ കമ്പഷൻ നടത്തുന്നതാണ് ഡയറക്റ്റ് കമ്പഷൻ. ദെൻ സെക്കൻഡ് വൺ ആണ് തെർമൽ ഇൻസിനറേഷൻസ്. അതായത് ആഫ്റ്റർ ബേണേഴ്സ്, ഒരു കമ്പഷൻ ചേമ്പറിനകത്ത് നമ്മൾ കമ്പഷൻ നടത്തുന്നതാണ് ഫ്ലെയിം കമ്പഷൻ, തെർമൽ ഇൻസിനറേഷൻ.
ദെൻ തേർഡ് വൺ ആണ് കാറ്റലിസ്റ്റിക് ഓക്സിഡേഷൻ. കാറ്റലിസ്റ്റിക് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട് കമ്പഷൻ നടത്തുന്നതാണ് കാറ്റലിസ്റ്റിക് ഓക്സിഡേഷൻ. കാറ്റലിക് കമ്പഷൻ പ്രോസസ്സ് ആണെങ്കിൽ നമുക്ക് അവിടുത്തെ എഫ്ലുവൻ്റ് ആയിട്ടുള്ള ഗ്യാസിനകത്ത് ഫ്യൂംസും അതുപോലെ റെഫിനറീസിനകത്തുള്ള ഓഡേഴ്സ് അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കാറ്റലിക് കമ്പഷൻ പ്രോസസ്സ്. അങ്ങനെ പിന്നെ കോഫി റോസ്റ്റിംഗ് പ്രോസസ്സ്, ഫൗണ്ടറി, കോർ ബേക്കിംഗ്, ഓവൻസ്, കെമിക്കൽ പ്ലാന്റ്സ് ഇങ്ങനത്തെ ഇതിലൊക്കെയാണ് നമ്മൾ കാറ്റലിക് കമ്പഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കാറ്റലിക് കമ്പഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാസ് എഫ്ലുവൻ്റ് ആയിട്ടുള്ള ഗ്യാസിനകത്ത് പൊല്യൂട്ടൻ്റ് ആയ ഗ്യാസിനകത്ത് പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ വല്ലാണ്ട് ആഫക്റ്റ് ചെയ്യും. കാരണം ഈ ഒരു കാറ്റലിസ്റ്റിനെ ഈ ഒരു പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഡസ്റ്റൊക്കെ വന്ന് കവർ ചെയ്യും, കോട്ട് ചെയ്യും. അപ്പോൾ അത് നമുക്ക് കാറ്റലിസ്റ്റ് കമ്പഷൻ്റെ എഫക്റ്റീവ്നെസ് റെഡ്യൂസ് ചെയ്യും. സോ അതിൽ ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിം പറഞ്ഞില്ലേ, ഡയറക്റ്റ് ഫ്ലെയറിൽ സ്റ്റീം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റീം ഇഞ്ചക്ഷൻ ഫ്ലെയർ. അപ്പോൾ നമ്മുടെ ഈ പൊല്യൂട്ടൻ്റ് ആയിട്ട് ഗ്ലാസിനകത്ത് ഹൈലി കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഫ്ലെയറിങ് യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇനോർഗാനിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൾഫർ, ക്ലോറിൻ, ഫ്ലോറിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഡയറക്റ്റ് ഫ്ലെയറിങ് മെത്തേഡ് നമുക്ക് എഫക്റ്റീവ് ആയിരിക്കില്ല. കാരണം അത് എക്സ്പ്ലോസീവ്സ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഇനോർഗാനിക് ആയിട്ടുള്ള ഈ സൾഫർ, ക്ലോറിൻ, ഫ്ലോറിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡയറക്റ്റ് ഫ്ലെയറിങ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റീം ഇഞ്ചക്ഷൻ ഫ്ലെയർ ടൈപ്പാണ്. അതിനകത്ത് ഇതാണ് സ്റ്റീം ഇഞ്ചക്ഷൻ ഫ്ലെയർ ടൈപ്പിൻ്റെ ഫിഗർ വരുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ഈ സ്ട്രീം പാസ് ചെയ്യും. ഈ ഫ്ലെയർ ടിപ്പിലൂടെ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രീം പാസ് ചെയ്യും. ഈ ഒരു ഇതിലൂടെ ഫ്യൂവൽ പാസ് ചെയ്യും. ഫ്യൂവൽ ഇതിലൂടെ പാസ് ചെയ്തിട്ട് അതുപോലെ ഇതിനകത്ത് സ്റ്റീമും പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഇത് തമ്മിൽ മിക്സിങ് നടക്കുന്നത് പുറത്ത് വെച്ചിട്ടാണ്. ഈ ഒരു ഫ്ലെയർ ടിപ്പിൻ്റെ സറൗണ്ടിങ്ങിൽ വെച്ചിട്ട് ഇത് തമ്മിൽ മിക്സിങ് നടക്കും. അങ്ങനെ ഇവിടെ ഫ്ലെയിം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ ഹൈലി ആയിട്ടുള്ള കമ്പസ്റ്റബിൾ മെറ്റീരിയലും ഇങ്ങനെ നമ്മൾ ഫ്യൂവൽ പ്രൊവൈഡ് ചെയ്ത് സ്റ്റീം ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫ്ലെയിം ഉണ്ടാവും. അങ്ങനെ തമ്മിൽ മിക്സിങ് നടക്കും. അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഹൈലി കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇങ്ങനെ ഒരു മിക്സിങ് നടക്കുമ്പോൾ ഇറ്റ് വിൽ ജനറേറ്റ് എ വാട്ടർ ഗ്യാസ് റിയാക്ഷൻ ഗിവിങ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ വിച്ച് ഹെൽപ്സ് ടു ജനറേറ്റ് സ്മോക്ക്ലെസ് ഫ്ലെയിം. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജനും ഒക്കെയാണ് റിലീസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പൈലറ്റ് ഫ്ലെയിം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അതായത് ചിലപ്പോൾ ഈ ഫ്ലെയിം ഔട്ടാകും. ഈ ഫ്ലെയിം ഔട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് വീണ്ടും റീഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൈലറ്റ് ഫ്ലെയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്തുള്ള സ്റ്റീം റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 0.05 to 0.3 കിലോഗ്രാം സ്റ്റീം പെർ കിലോഗ്രാം ഗ്യാസ്. 1 കിലോഗ്രാം ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അവിടെ 0.05 to 0.3 കിലോഗ്രാം സ്റ്റീം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. ഇനി പറയുന്നത് നമ്മൾ ചില കേസസിൽ നമുക്ക് ഈ ഒരു ഇതിനകത്തുള്ള ഇനേർട്ട് ഗ്യാസസും ഈ ഒരു നമ്മുടെ പൊല്യൂട്ടൻ്റ് ഗ്യാസും തമ്മിൽ ഡയലൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ അത് പ്രിവെൻറ്റ് ചെയ്യുക. ആ ഡയലൂഷൻ വന്നാൽ നമുക്ക് എഫക്റ്റീവായിട്ട് ഫ്ലെയിമിങ് നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഫ്ലെയിമിങ്ങിന് മുമ്പ് ഈ ഒരു ഗ്യാസസിനെ പ്രീ ഹീറ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പൈലറ്റ് ഫ്ലെയിമിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ റിംഗ് ബേണേഴ്സ് കൂടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. റിംഗ് ബേണേഴ്സ് ഇതിനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ അതുകൂടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, ഡയലൂഷൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് സ്റ്റീം ഇഞ്ചക്ഷൻ ഫ്ലെയർ വരുന്നത്. ഇനി സെക്കൻഡാണ് തെർമൽ ഇൻസിനറേഷൻ. ആഫ്റ്റർ ബേണേഴ്സിൽ വരുന്നതാണ് തെർമൽ ഇൻസിനറേഷൻ. തെർമൽ ഇൻസിനറേഷനാണ് മോസ്റ്റ് എഫിഷ്യൻറ്റ് ആസ് വെൽ ആസ് മോസ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടെക്നിക്സാണ് ഫോർ ഡിസ്ട്രോയിങ് ദ ഡയലൂട്ടഡ് ഗ്യാസ് സ്ട്രീംസ്. ഡയലൂട്ട് ചെയ്തിട്ടുള്ള ഗ്യാസ് സ്ട്രീംസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് തെർമൽ ഇൻസിനറേഷൻ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഗ്യാസിനെ നമ്മൾ ആദ്യം പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതൊരു ചേമ്പറിനകത്തേക്ക് എൻ്റർ ചെയ്യും. ആ ചേമ്പറിനകത്ത് ഹൈ ടെമ്പറേച്ചറിലായിരിക്കും ആ ചേമ്പർ പ്രവർത്തിക്കുക. 500 to 800 ഡിഗ്രി സെൽഷ്യസാണ് ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. കുറേ ടൈം നമ്മൾ ആ ഒരു ചേമ്പറിനകത്ത് ഇത്രയും ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഗ്യാസസ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് തമ്മിൽ അവിടെ ഓക്സിഡേഷൻ കമ്പഷൻ ഉണ്ടാവും. ദെൻ ഇതാണ് തെർമൽ ഇൻസിനറേറ്റർ വരുന്നത്. സോ ഇതിനകത്ത് നമ്മൾ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യും. ദെൻ ഇവിടെ ഫ്യൂവൽ ഉണ്ടാവും. ഈ ഫ്യൂവൽ വെച്ച് നമ്മൾ ബേൺ ചെയ്തിട്ട്
ഇവിടെ ഗ്യാസും ഈ ഒരു തമ്മിൽ മിക്സിംഗ് ഉണ്ടാവും. മിക്സിംഗ് ഉണ്ടായിട്ട് ഈ ഫ്ലെയിമിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ 500 to 800 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. കുറേ ടൈം നമ്മൾ ഇതിനകത്ത് കമ്പഷൻ നടക്കും. കുറേ സമയം തന്നെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ഗ്യാസ് തമ്മിൽ മിക്സിങ് നടക്കും. അങ്ങനെ കമ്പഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എക്സോസ്റ്റിലൂടെ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഗ്യാസ് സെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് തെർമൽ ഇൻസുലേറ്റർ. ഇവിടെ നിന്നാൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിക്വയർസ് ലിറ്റിൽ മെയിൻ്റെനൻസ് ഇഫ് പ്രോപ്പർലി ഡിസൈൻ ചെയ്ത്. നമ്മൾ ആ ഒരു ടൈമിങ്ങും കംപ്ലീറ്റ് കമ്പഷൻ നടക്കാൻ വേണ്ടിയിട്ട് ടൈമിംഗ് ഒക്കെ ഇതിനകത്ത് അതിനനുസരിച്ച് പ്രോപ്പർലി ഒക്കെ ഇട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വെലോസിറ്റീസ് ഒക്കെ നമ്മൾ പ്രോപ്പർലി ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിക്വയർസ് ഓൺലി ലിറ്റിൽ മെയിൻ്റെനൻസ്. അതുപോലെ ഇതിനകത്ത് വരുന്നതാണ് മേജർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഫ്യൂൽ റിക്വയർഡ് ടു സസ്റ്റെയിൻ അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ ലെവൽ. തെർമൽ ഇൻസുലേഷനകത്ത് വരുന്നത് ആ ടെമ്പറേച്ചറിനാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ആ ടെമ്പറേച്ചർ 500 to 800 ഡിഗ്രി സെൽഷ്യസ് ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടക്കുള്ളൂ. അപ്പോൾ ആ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഫ്യൂവൽസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഫ്യൂവൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒക്കെ കൂടുതലായിരിക്കും. അങ്ങനെ ഫ്യൂവൽ റിക്വയർമെൻറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വേസ്റ്റായി പോകുന്ന ഹീറ്റിന് നമുക്ക് വീണ്ടും റിക്കവറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്യുക. ഗ്യാസിന് നമ്മൾ വരുന്ന ഗ്യാസിന് ആദ്യം പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ 2 പ്രോസസ്സ് വഴി നമുക്ക് ഈ ഒരു ഫ്യൂവലിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫ്യൂവലിൻ്റെ റിക്വയർമെൻറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എപ്പോഴും നമുക്കത് പോസിബിൾ ആയിരിക്കില്ല. കാരണം ഹീറ്റായിട്ടുള്ള ഗ്യാസിന് നമുക്ക് വീണ്ടും ഒരു തവണയൊക്കെ റീയൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ അത്ര എഫക്റ്റീവായിട്ട് ചിലപ്പം ആ ഒരു ഫ്യൂവലിനെ റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ അതുപോലെ തന്നെ പ്രീ ഹീറ്റിങ് എല്ലാ കേസിലും നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തുള്ള ഗ്യാസ് തന്നെ ചെയ്യാനൊന്നും ചിലപ്പോൾ പറ്റില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് മെത്തേഡാണ് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ. കാറ്റലിറ്റിക് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ തെർമൽ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി ഫീസിബിൾ അല്ലെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞു തെർമൽ ഇൻസുലേഷനിൽ വരുന്നതാണ് ഫ്യൂവൽ റിക്വയർമെൻറ്റ് കൂടുതലായിട്ടും, അതായത് അപ്പോൾ നമുക്ക് കോസ്റ്റ് കൂടുതലായിട്ട് വരും. അങ്ങനത്തെ കേസസിൽ നമുക്ക് ഹീറ്റിനെ റിക്കവർ ചെയ്യാൻ പറ്റാത്ത കേസസിലൊക്കെ എക്കണോമിക്കലി നമുക്ക് ഫ്യൂവൽ കോസ്റ്റ് ഫീസിബിൾ അല്ലെങ്കിലൊക്കെയാണ് നമ്മൾ കാറ്റലിക് ഓക്സിഡേഷനിലേക്ക് പോവുക. കാറ്റലിക് ഓക്സിഡേഷനിൽ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ നമ്മൾ തെർമൽ ഇൻസുലേറ്ററിനകത്ത് പറഞ്ഞു 500 to 800 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വേണം. പക്ഷേ കാറ്റലിറ്റിക് യൂസ് ചെയ്തിട്ട് നമ്മൾ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ നടത്തുകയാണെങ്കിൽ ടെമ്പറേച്ചർ അത്രയും നമുക്ക് ആവശ്യമായിട്ട് വരില്ല. ആകെ ആ ഒരു ഇഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റിയാക്ഷൻ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ റിയാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. 500 to 800 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റാണ് പ്ലാറ്റിനം അല്ലെങ്കിൽ പലേഡിയം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അലോയ്സാണ് നമ്മൾ കാറ്റലിറ്റിക് ഓക്സിഡേഷനിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്. ദെൻ ഈ കാറ്റലിസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഒരു ലെയേഴ്സായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഗ്യാസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത് നമ്മളൊരു റിബൺസ് അല്ലെങ്കിൽ അലുമിനിയം ആയിട്ടുള്ള മെറ്റീരിയൽസിലൊക്കെ കോട്ട് ചെയ്തിട്ടായിരിക്കും ഈ കാറ്റലിസ്റ്റിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഈ ഗ്യാസ് സ്ട്രീം പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഫിഗർ കാണിക്കാം. ഇതാണ് കാറ്റലിറ്റിക് കമ്പഷൻ യൂണിറ്റ്. അപ്പോൾ ഇതാണ് ഇതിലൊരു സെക്ഷനിലൂടെ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ഇതിനകത്തേക്ക് ഇത് 2 ചേമ്പറായിട്ടാണ് 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ഈ ടോപ്പിലൂടെ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യും. ദെൻ ഇവിടെ നമ്മളൊരു പ്രീ ഹീറ്റിംഗ് ബേണർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ആ ഗ്യാസിനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റിയാക്ഷൻ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ഒരു ടെമ്പറേച്ചർ ആവശ്യമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബേണറാണ് പ്രീ ഹീറ്റ് ബേണർ. ഇവിടെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഗ്യാസ് ദെൻ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്തിട്ട് ഇങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് ഈ ഒരു കാറ്റലിസ്റ്റ് ബെഡിലെത്തും. അപ്പോൾ ഈ കാറ്റലിസ്റ്റ് ബെഡിലെത്തുമ്പോൾ ഇത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ നടക്കും. ദെൻ ക്ലീൻ ആയിട്ടുള്ള ഹോട്ട് ഗ്യാസ് നമുക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് സെൻഡ് ചെയ്യാം. ഈ ടോപ്പ് സൈഡിലൂടെ നമുക്ക് സെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ വരുന്നത്. ദെൻ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓക്സിജൻ്റെ എമൗണ്ടാണ്. കംപ്ലീറ്റ് കമ്പഷൻ നടക്കണമെങ്കിൽ കാറ്റലിസ്റ്റ് ആക്റ്റീവായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ 1% ഓക്സിജനെങ്കിലും റിക്വയർ ആയിരിക്കും. ഓക്സിജന് 1% ആവശ്യമായിട്ട് വരും കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ. അതുപോലെ കാറ്റലിറ്റിക്കിൻ്റെ ആക്റ്റീവ് റിയാക്ഷൻ എന്നാൽ മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആയാൽ നമുക്ക് പൊല്യൂഷൻ വീണ്ടും ഉണ്ടാവും.